ശ്രീ പരമാത്മനേ നമഃ. വിശ്വരൂപ ദർശന യോഗം എന്ന 11-ാം അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം. യഥാ നദീനാം ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാഃ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. നദീനാം നദികളുടെ, ബഹവഃ അംബുവേഗാഃ പല വഴിക്കും വരുന്ന ജലപ്രവാഹങ്ങൾ, യഥാ സമുദ്രം അഭിമുഖാഃ ഏവ യഥാ എപ്രകാരം, സമുദ്രം അഭിമുഖാഃ ഏവ സമുദ്രാഭിമുഖമായി തന്നെ, ദ്രവന്തി ഒഴുകിച്ചെല്ലുന്നുവോ, തഥാ അപ്രകാരം, അമി നരലോകവീരാഃ ഈ മാനവ വീരന്മാർ, അഭിവിജ്വലന്തി കത്തിജ്വലിക്കുന്ന, തവ വക്ത്രാണി വിശന്തി അങ്ങയുടെ വായ്കളിലേക്ക് കടക്കുന്നു. പല ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന നദികളുടെ ജലപ്രവാഹങ്ങൾ സമുദ്രത്തെ തന്നെ എപ്രകാരമാണോ നേരിട്ട് പ്രവേശിക്കുന്നത്, അതുപോലെ ഈ ക്ഷത്രിയ വീരന്മാർ വിശ്വരൂപനായ അങ്ങയുടെ അഭിമുഖമായി കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന വദനങ്ങളിൽ കടന്നു മറയുന്നു. സമുദ്രത്തെ ലക്ഷ്യമാക്കി ഒഴുകി അതിൽ ചെന്നു ചേരുന്ന നദികളുടെ ദൃഷ്ടാന്തമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ നദിക്കും അതൊഴുകുന്ന സ്ഥലത്തിനനുസരിച്ച് പ്രത്യേക വ്യക്തിത്വമുണ്ട്. നദികൾ വഴിക്കെങ്ങും തങ്ങാതെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരു നദി കടന്നു പോകുന്ന സ്ഥലങ്ങളെ ആസ്പദമാക്കി അത് ഇന്ന സ്ഥലത്തേക്കാണ് ഒഴുകുന്നതെന്ന് ആരൊക്കെ പറഞ്ഞാലും സമുദ്രമാണ് അതിൻ്റെ അന്തിമ ലക്ഷ്യം. എല്ലാ നദികളുടെയും ലക്ഷ്യം സമുദ്രമാണ്. സമുദ്രത്തിൽ ചെന്നെത്തിയാൽ സ്വന്തം വ്യക്തിത്വങ്ങൾ ഇല്ലാതായി അവ ഒന്നായി തീരുന്നു. അത്യന്തം അനായാസമായ രീതിയിലാണ് ചില നരലോക വീരന്മാർ വിശ്വരൂപ മുഖത്തിൽ പ്രവേശിച്ചു മറയുന്നത്. നദീപ്രവാഹം സമുദ്രത്തിൽ പ്രവേശിച്ച് മറയും പോലെ ധീരമായും നിർഭയമായും സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർ മരണത്തെ അശേഷം ഭയപ്പെടുന്നില്ല. അവരാണ് നരലോക വീരന്മാർ. അവർക്ക് നിഷ്പ്രയാസം വിശ്വരൂപവദനത്തിൽ പ്രവേശനം ലഭിക്കുന്നു. നദിക്ക് സമുദ്രപ്രവേശം ഒരു അനുഗ്രഹമായിരിക്കുന്നത് പോലെ വിശ്വരൂപ മുഖപ്രവേശം അവർക്ക് ഒരു അനുഗ്രഹം മാത്രമാണ്. അവർക്ക് ഈ പ്രവേശം ഉയർച്ചയ്ക്ക് കാരണമായി ഭവിക്കുന്നു. അതേ അവസരത്തിൽ ഈയാമ്പാറ്റകൾ അഗ്നിജ്വാല തട്ടി കരിഞ്ഞു വീഴുന്നത് പോലെ വിശ്വരൂപ വദനത്തിലെ അഗ്നിജ്വാലയേറ്റ് കരിഞ്ഞ് ചാമ്പലാകുന്നവരും കുറവല്ല. ജീവികൾ ഭഗവത് വക്ത്രത്തിൽ ചെന്ന് വീഴുന്നത് എന്തിനെന്നും എങ്ങനെയെന്നും ഉദാഹരണ സഹിതം വീണ്ടും വിശദമാക്കുന്നു. 29-ാമത്തെ ശ്ലോകം. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗ തഥൈവ നാശായ വിശന്തി ലോകാ സ്തവാപി വക്ത്രാണി സമൃദ്ധവേഗ. പതംഗാഹ നാശായ ഈയാമ്പാറ്റകൾ ചാകാനായിട്ട്, സമൃദ്ധവേഗാഹ അതിവേഗത്തിൽ, പ്രദീപ്തം ജ്വലനം ആളിക്കത്തുന്ന തീയിൽ, യഥാവിശന്തി എപ്രകാരമാണോ ചെന്നു ചാടുന്നത്, തഥാ ഏവ അപ്രകാരം തന്നെയാണ്, ലോകാഹ അഭി നാശായ ഈ ജനങ്ങളും നശിക്കാനായിട്ട്, സമൃദ്ധവേഗാഹ അതിവേഗത്തിൽ, തവ വക്ത്രാണി വിശന്തി അങ്ങയുടെ വക്ത്രങ്ങളിൽ വന്നു വീഴുന്നത്. എപ്രകാരമാണോ ഭക്ഷണത്തിനായി ഓടിയെടുക്കുന്ന ഈയാമ്പാറ്റകൾ സ്വയം വെന്തു നശിക്കാനായി കത്തിയെരിയുന്ന അഗ്നിയിൽ ചെന്ന് വീഴുന്നത്, അതുപോലെ തന്നെയാണ് വർദ്ധിച്ച വികാര തീക്ഷ്ണതയോടുകൂടിയ ലോകരും അങ്ങയുടെ മുഖങ്ങളിൽ ദേഹം വെടിഞ്ഞ് പതിക്കാനായി കടന്ന് പ്രവേശിക്കുന്നത്. കാരണവും അതിൽ നിന്നുണ്ടായ കാര്യവും ഒന്ന് തന്നെയാണ്. ഒന്ന് തന്നെ എന്ന വസ്തുത സമുദ്രത്തിൽ നിന്നുണ്ടായ നദി സമുദ്രാഭിമുഖമായി ഒഴുകി അതിൽ ചെന്നു ചേർന്ന് അതായിത്തീരുന്ന ദൃഷ്ടാന്തത്തിലൂടെ വ്യക്തമാക്കി. ഉദാഹരണങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാകും. ഒരു ഉദാഹരണവും പൂർണ്ണമാവില്ല. സമുദ്രത്തിൽ ചെന്നെത്തണമെന്ന് നദിക്ക് ഇച്ഛയില്ല.
അതിനായി ബോധപൂർവം പ്രയത്നിക്കുന്നും ഇല്ല. ആ നദി അതിനുവേണ്ടി ബോധപൂർവം പ്രയത്നിക്കുന്നില്ല. കാരണം നദി അചേതനമാണ്. അചേതനങ്ങളെ പോലെയാണോ സചേതനങ്ങളും? ജീവികളും പ്രവർത്തിക്കുന്നത് അതുപോലെയാണോ? ആ സംശയത്തെ പരിഹരിക്കാനാണ് ഈയാംപാറ്റകളുടെ ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ജീവരാശികളൊക്കെയും മൃത്യുവക്രത്തിലേക്ക് നൈസർഗികമായും നയിക്കപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം ഈയാംപാറ്റകൾ നശിക്കാനായി കത്തുന്ന തീയിൽ ചെന്നു വീഴുന്ന പോലെ എന്ന ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുന്നു. ലോകരുടെ വിശ്വരൂപ മുഖപ്രവേശത്തെ പല ഉപമകൾ കൊണ്ട് വിവരിക്കുന്നത് ഓരോരുത്തർക്കും അതുകൊണ്ട് വന്നു ചേരുന്ന ഫലത്തെ സൂചിപ്പിക്കാനാണ്. അനായാസമായ വിശ്വരൂപ മുഖപ്രവേശം അങ്ങനെ പ്രവേശിക്കുന്നവർക്ക് വന്നു ചേരാവുന്ന ശ്രേയസിന്റെ സൂചകമാണ്. ഈ ശ്ലോകത്തിലാകട്ടെ ദേഹം വെടിഞ്ഞ് നീചജന്മങ്ങളിലേക്കും നരകാനുഭവങ്ങളിലേക്കും പതിക്കുന്ന കൂട്ടരുടെ വിശ്വരൂപ മുഖപ്രവേശമാണ് വിവരിച്ചിരിക്കുന്നത്. നാശായ എന്ന പദം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ആവർത്തിച്ചിരിക്കുന്നത് ഇതിനൊരു തെളിവാണ്. ഈശ്വരനെ മറന്ന് വിഷയലോലുപന്മാരായി ജീവിതം കഴിച്ചു കൂട്ടുന്നവർക്കാണ് ഇത് സംഭവിക്കുന്നത്. സമൃദ്ധ വേഗാഹ എന്ന വിശേഷണവും ഇക്കാര്യം വ്യക്തമാക്കുന്നു. വേഗ എന്ന പദത്തിന് മനോവികാരം എന്നും അർത്ഥമുണ്ട്. ദൃഷ്ടാന്തവും ഇത് തന്നെ വെളിപ്പെടുത്തുന്നതാണ്. ഭക്ഷണം എന്ന് കരുതിയിട്ടാണ് ഈയാംപാറ്റ അഗ്നിയെ സമീപിക്കുന്നത്. അതുപോലെ കാമശമനത്തിനാണ്, ആഗ്രഹ സാഫല്യത്തിനാണ് ജനങ്ങൾ വിഷയങ്ങളെ സമീപിക്കുന്നത്. വാസ്തവത്തിൽ അവർ ഈയാംപാറ്റകളെ പോലെ വിഷയാഗ്നിയിൽ വീണെരിയുകയാണ് ചെയ്യുന്നത്. വിശ്വരൂപ ദർശനത്തോടെ ഇക്കാര്യങ്ങളെല്ലാം അർജുനന് നേരിട്ട് ബോധ്യമാകുന്നു. വിശ്വരൂപന്റെ വദനജ്വാല സമസ്ത പ്രപഞ്ചത്തെയും നക്കി അകത്താക്കുന്നതായിട്ടാണ് അർജുനന് കാണാൻ കഴിഞ്ഞത്. പേടിക്കേണ്ട ഒന്നല്ല മരണം. അത് ഉഗ്രമാണെന്ന് തോന്നിയാലും സുന്ദരമാണെന്ന് വിശദമാക്കുന്നു 30-ാമത്തെ ശ്ലോകം. ലേലിഹ്യസേ ഗ്രസമാന സമന്ത ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. ജലദ്ഭിഃ വദനൈഃ, ജലദ്ഭിഃ ജ്വലിക്കുന്ന, വദനൈഃ വദനങ്ങളെ കൊണ്ട്, ജലദ്ഭിഃ വദനൈഃ ജ്വലിക്കുന്ന വദനങ്ങളെ കൊണ്ട്, സമന്താത് എല്ലായിടത്തു നിന്നും, സമഗ്രാൻ ലോകാൻ സകല ലോകങ്ങളെയും, സമന്താത് സമഗ്രാൻ ലോകാൻ എല്ലായിടത്തു നിന്നും സകല ലോകങ്ങളെയും, ഗ്രസമാനഹ ലേലിഹ്യസേ ഗ്രസമാനഹ വിഴുങ്ങിയിട്ട്, ലേലിഹ്യസേ നക്കി നുണയുന്നു, ഗ്രസമാനഹ ലേലിഹ്യസേ അങ്ങ് വിഴുങ്ങിയിട്ട് നക്കി നുണയുന്നു. വിഷ്ണു ഭഗവാനെ, തവ ഉഗ്രാഹ ഭാസഹ അങ്ങയുടെ ഉഗ്രകിരണങ്ങൾ, വിഷ്ണു തവ ഉഗ്രാ ഭാസ ഭഗവാനെ അങ്ങയുടെ ഉഗ്രകിരണങ്ങൾ, ജഗത് സമഗ്രം ലോകത്തെ മുഴുവൻ, തേജോഭിഃ ആപൂര്യ പ്രതപന്തി തേജോഭിഃ തേജസ്സുകൾ കൊണ്ട്, ആപൂര്യ പ്രതപന്തി നിറച്ച് ദഹിപ്പിക്കുന്നു, തേജസ്സുകൾ കൊണ്ട് നിറച്ച് ദഹിപ്പിക്കുന്നു, തേജോഭിഃ ആപൂര്യ പ്രതപന്തി. സകല ലോകങ്ങളെയും വിഴുങ്ങുന്നവനായി ജ്വാലകൾ വിതറുന്ന മുഖങ്ങൾ കൊണ്ട് നാലുപാടും അങ്ങ് നക്കി നക്കി എടുക്കുന്നതായി കാണുന്നു. സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ഭഗവൻ, അങ്ങയുടെ ഉഗ്രങ്ങളായ കാന്തി പടലങ്ങൾ മുഴുവൻ പ്രപഞ്ചത്തെയും തേജസ് കൊണ്ട് നിറച്ച് വല്ലാതെ ചൂട് പിടിപ്പിക്കുന്നതായി കാണുന്നു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വിശ്വമൂർത്തിയുടെ വക്രത്തിൽ ചെന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ വിഴുങ്ങിയിട്ടും സർവഭക്ഷകനായ ആ സംഹാരമൂർത്തിക്ക് മതിയായിട്ടില്ല. സകല ലോകങ്ങളെയും വിഴുങ്ങിയിട്ട് അങ്ങ് നാക്കുകൊണ്ട് നുണഞ്ഞ് രുചി നോക്കുന്നുവല്ലോ എന്നാണ് അർജുനൻ ആശ്ചര്യപ്പെടുന്നത്. അതാണ് ലേലിഹ്യസേ എന്ന പദം സൂചിപ്പിക്കുന്നത്. ത്രിമൂർത്തി കൽപ്പനയിൽ അന്തർഭവിച്ച ഈശ്വര തത്വം ഇവിടെ വ്യക്തമാകുന്നുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കൾ എന്ന നിലയിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ
വെവ്വേറെ മൂർത്തികളായി കണക്കാക്കുന്നുവെങ്കിലും അവർ മൂന്ന് സ്വതന്ത്ര ശക്തികളല്ല. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തമ്മിൽ വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അവ മൂന്നും ഒന്നിച്ച് ഒരേ സമയത്ത് നടക്കുന്നുവെന്ന് സൂക്ഷ്മമായി നോക്കിയാൽ കാണാം. നിരന്തരം നടക്കുന്ന സംഹാര പ്രക്രിയയാണ് സൃഷ്ടിക്ക് ആസ്പദം. സംഹാരം കൊണ്ട് ഒന്നും പൂർണ്ണമായി നശിക്കുകയല്ല, രൂപാന്തരം പ്രാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ രൂപാന്തര പ്രക്രിയയാണ് സൃഷ്ടി. അതായത് പൂർവസ്ഥിതി വിട്ട് പുതിയൊരു രൂപം കൈക്കൊള്ളലാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ക്രിയാത്മകമായ നശീകരണമാണ് നിലനിൽപ്പിന്റെ രഹസ്യം, സ്ഥിതിയുടെ രഹസ്യം. വിശ്വരൂപൻ നാലുപാടും കാണപ്പെടുന്ന തന്റെ ജ്വാലാമുഖങ്ങൾ കൊണ്ട് സമസ്ത പ്രപഞ്ചത്തെയും നക്കി വീഴുന്നതായിട്ടാണ് അർജുനൻ കണ്ടത്. മനുഷ്യർ മധുര പലഹാരം ഭക്ഷിക്കുന്നത് പോലെ പ്രപഞ്ച സംഹാരം വിശ്വരൂപന് അത്യന്തം രുചികരമായ ഒരു വിനോദം മാത്രമാണ്. സൃഷ്ടിയും സംഹാരവും ഒരുപോലെ വസ്തു സ്വഭാവം മാത്രമാണെന്ന് താല്പര്യം. വസ്തുസ്ഥിതി അറിയാത്തവർക്ക് സംഹാരം ഭയകാരണമായി ഭവിക്കുന്നു. എന്തായാലും സർവത്ര നിറഞ്ഞു കാണപ്പെട്ട വിശ്വരൂപന്റെ വാസ്തവസ്ഥിതി അദ്ദേഹത്തിൽ നിന്ന് തന്നെ അറിഞ്ഞാൽ കൊള്ളാം എന്ന് അർജുനൻ ആഗ്രഹിച്ചു. അതറിയാനുള്ള ചോദ്യമാണ് ഇനി ചോദിക്കുന്നത്. 31 ശ്ലോകം. ആഖ്യാഹിമേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഉഗ്രരൂപ, ഉഗ്രരൂപനായ ഭവാൻ കഹ, അങ്ങ് ആരാണ്? ഉഗ്രരൂപനായ അങ്ങ് ആരാണെന്ന് മേ ആഖ്യാഹി, എനിക്ക് പറഞ്ഞു തന്നാലും. തേ നമഃ അസ്തു, അങ്ങേക്ക് നമസ്കാരം. ദേവവര പ്രസീദ, ഭഗവാനെ പ്രസാദിക്കണമേ. ആദ്യം ഭവന്തം, ആദിപുരുഷനായ അങ്ങയെ. വിജ്ഞാതും ഇച്ഛാമി, അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തവ പ്രവൃത്തിം, അങ്ങയുടെ പ്രവൃത്തി. നഹി പ്രജാനാമി, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അല്ലയോ ദേവശ്രേഷ്ഠ, ഭീഷണരൂപനായി കാണപ്പെടുന്ന അങ്ങ് ആരാണ്? എനിക്ക് പറഞ്ഞു തരൂ. അങ്ങേക്കെന്റെ പ്രണാമം. എന്നിൽ പ്രസന്നനായാലും പ്രപഞ്ചത്തിന് മുഴുവൻ ആരംഭസ്ഥാനമായി വിളങ്ങുന്ന അങ്ങയെ വ്യക്തമായി അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഈ പ്രവൃത്തി എനിക്ക് മനസ്സിലാകുന്നതേയില്ല. അർജുനൻ ഇത്രയും കാലം കരുതിയ ശ്രീകൃഷ്ണന്റെ മറ്റൊരു രൂപം കണ്ട് അത്യന്തം വിസ്മിതനും വിനീതനുമായ അർജുനൻ തൊഴുകയോടെ പ്രാർത്ഥിക്കുകയാണ്. ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളാണ് അർജുനൻ. ഇപ്പോഴത്തെ അനുഭവം അർജുനനെ സ്തബ്ധനാക്കുന്നു. ഈ അലൗകിക ദൃശ്യത്തിന് അർത്ഥമെന്തെന്ന് അറിയാനാവാതെ അർജുനൻ നിന്ന് പരുങ്ങുകയാണ്. അതിനെ പൂർണ്ണമായും നിരീക്ഷണ വിധേയമാക്കാനോ അപഗ്രഥിച്ചറിയാനോ അദ്ദേഹം സമർത്ഥനാകുന്നില്ല. അതിനാൽ ഭഗവത് പാദങ്ങളിൽ നമിച്ച്, ഭഗവാനെ അങ്ങ് ആരാണെന്ന് ഈ ഉള്ളവനോട് അരുളി ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയേ ഇനി നിവൃത്തിയുള്ളൂ. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആദിപുരുഷനായ ഭഗവാനെ കുറിച്ചറിയാൻ അർജുനന് ആഗ്രഹമുണ്ട്. ജിജ്ഞാസയാണ് ആധ്യാത്മിക സാധകരുടെ മനോബുദ്ധികൾക്ക് പിന്നിലെ പ്രേരക ശക്തി. അർജുനനെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം ആധ്യാത്മികമല്ല, ഭൗതികമാണ്. ഈ ദിവ്യ ദർശനത്തിന് പിന്നിലെ ആധ്യാത്മിക രഹസ്യം എന്തെന്ന് എന്നതിനേക്കാൾ ഏറെ അദ്ദേഹത്തിന് യുദ്ധത്തിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അറിയാനാണ് കൂടുതൽ താല്പര്യം. അങ്ങയുടെ ഉദ്ദേശം എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന അർജുനന്റെ തുടർന്നുള്ള വാക്കുകളിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭയാനക രൂപം കൈക്കൊണ്ട് എന്റെ മുന്നിൽ നിൽക്കുന്നതിന്റെ ഉദ്ദേശമെന്ത്? കൗരവ സൈന്യങ്ങൾ അങ്ങയുടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കരാള വക്ത്രത്തിൽ ചെന്ന് വീണ് അപ്രത്യക്ഷമാകുന്നതിന്റെ അർത്ഥമെന്ത്? ഇതാണ് അർജുനന് അറിയേണ്ടത്. എന്തായാലും പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥനെ താൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അർജുനന് ബോധ്യമായി. പക്ഷേ ആ പ്രഭുവിന്റെ പ്രവൃത്തികൾ വിചിത്രങ്ങളായിരിക്കുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെ പ്രകടമാക്കിയിട്ട് നക്കി വിഴുങ്ങുന്നത് എന്തിനാണ്? പ്രവൃത്തിയുടെ ഈ വൈരുദ്ധ്യവും ഭയങ്കരതയും കണ്ടിട്ടാണ് വ്യക്തമായി അറിയാനുള്ള ആഗ്രഹം അർജുനൻ പ്രകടമാക്കുന്നത്.
അർജുനന്റെ ചോദ്യത്തിന് താൻ ലോക സംഗ്രഹത്തിന് ഒരുങ്ങുകയാണെന്ന്, കാലരൂപിയായ ഈശ്വരനാണെന്നൊക്കെ ആണ് ഇനി ഭഗവാൻ മറുപടി പറയുന്നത്. 32ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാൻ ഉവാച കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത ഹൃദേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രത്യനേകേഷു യോധ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ലോകക്ഷയകൃത് ലോകത്തെ നശിപ്പിക്കുന്ന, പ്രവൃദ്ധ ശക്തിമത്തായ, കാലഹ അസ്മി കാലമാണ് ഞാൻ, ലോകാൻ ലോകങ്ങളെ അതായത് എല്ലാവരെയും, സമാഹർത്തും സംഹരിക്കാനാണ്, ഇഹ പ്രവൃത്ത ഇവിടെ പുറപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്, പ്രത്യനീകേഷു യേ യോധാഹ ഇരു സൈന്യങ്ങളിലുള്ള അവസ്ഥിതാഹ തേ സർവേ എല്ലാ യോദ്ധാക്കളും, ത്വാം മൃതേ അപി നീ ഇല്ലെങ്കിലും, നീ യുദ്ധം ചെയ്യാതിരുന്നാലും, ന ഭവിഷ്യന്തി ഇല്ലാതായിത്തീരും, അതായത് ആരും ബാക്കിയാവാൻ പോകുന്നില്ല. ബോധസ്വരൂപനായ വസ്തുവിൽ ശക്തിചലനം പ്രപഞ്ച ഘടകങ്ങളെ ഉളവാക്കി കർമ്മങ്ങളെ വേർതിരിക്കുമ്പോൾ കർമ്മങ്ങളുടെ പരസ്പരാശ്രയത്തിൽ നിന്നുളവാകുന്ന ഒരു തോന്നലാണ് കാലം എന്ന് പറയുന്നത്. അത് നാം 8ാമത്തെ അധ്യായത്തിൽ 17ാമത്തെ ശ്ലോകത്തിലൂടെ അറിഞ്ഞതാണ്. അപ്പോൾ ബോധാധിഷ്ഠിതമായ ആകെയുള്ള ശക്തിചലനത്തിന്റെ ഗതിഭേദമാണ് കാലം. വ്യക്തികളായ പ്രപഞ്ച ഘടകങ്ങളെല്ലാം ആ കാലത്തിന്റെ കയ്യിലെ വെറും കരുക്കൾ മാത്രമാണ്. അതായത് വ്യക്തികൾ കാലത്തിന് രൂപം കൊടുക്കുകയല്ല, കാലം വ്യക്തികൾക്ക് രൂപം കൊടുക്കുകയാണെന്നാണ് താല്പര്യം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം വ്യക്തികളിൽ കൂടി കാലം നിർവഹിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാലരഹസ്യം ധരിക്കാത്ത വ്യക്തികളാണ് സ്വയം അഹങ്കരിച്ച് കാലരൂപിയായ ഭഗവാന്റെ ആ പല്ലുകൾക്ക് ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഹാരത്തിന് ഒരുമ്പെടുന്ന ഭീഷണമായ രൂപമാണ് കാലരൂപിയായ ഭഗവാൻ തൽക്കാലം അർജുനന് കാട്ടിക്കൊടുക്കുന്നത്. ഞാൻ എന്റെ ബന്ധുക്കളെ കൊല്ലുന്നു എന്ന വ്യാമോഹമാണ് അർജുനനെ ബാധിച്ചിരിക്കുന്നത്. അതകറ്റാനാണ് പ്രത്യക്ഷമായ ഈ തെളിവുകൾ നൽകുന്നത്. അർജുനൻ ഇല്ലെങ്കിലും സംഹർത്താവായ കാലരൂപന് തന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സം സംഭവിക്കുകയേയില്ല. ഇനിയെങ്കിലും അർജുനൻ ദുരഭിമാനം വെടിഞ്ഞ് താൻ ജഗദീശ്വരന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണെന്ന് മനസ്സിലാക്കണമെന്നാണ് ഭഗവാൻ തുടർന്ന് ആവശ്യപ്പെടുന്നത്. 33ാമത്തെ ശ്ലോകം. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ രാജ്യം സമൃദ്ധം മയ്യൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. തസ്മാത് ത്വം ഉത്തിഷ്ഠ തസ്മാത് അതിനാൽ, ത്വം ഉത്തിഷ്ഠ നീ എഴുന്നേൽക്കൂ, ശത്രൂൻ ജിത്വാ ശത്രുക്കളെ ജയിച്ച്, യശഃ ലഭസ്വ കീർത്തി സമ്പാദിക്കൂ, സമൃദ്ധം രാജ്യം ഭുങ്ക്ഷ സമൃദ്ധം രാജ്യം ഭുങ്ക്ഷ ഐശ്വര്യ സമൃദ്ധമായ രാജ്യം അനുഭവിക്കൂ, മയാ ഏവ ഏതേ താൻ തന്നെ ഞാൻ തന്നെ ഇവരെയൊക്കെ പൂർവം ഏവാ നിഹതാഹ ആദ്യമേ കൊന്നു കഴിഞ്ഞിരിക്കുന്നു, സവ്യസാചിൻ ഇടം കൈകൊണ്ടും അമ്പയ്യാൻ സമർത്ഥനായ അർജുന. ത്വം നിമിത്തമാത്രം ഭവ ത്വം നീ നിമിത്തമാത്രം ഭവ നിമിത്തമാത്രമായി ഒരു നിമിത്തം മാത്രമായി നീ ഭവിച്ചാലും. കാലരൂപനായ എന്റെ കയ്യിലെ വെറും ഉപകരണങ്ങളാണ് പ്രപഞ്ച ഘടകങ്ങളെല്ലാം എന്നുള്ളത് കൊണ്ട് സംഹാരത്തിന് മുതിരുന്ന എന്റെ ഇച്ഛ നടപ്പാക്കാൻ എഴുന്നേൽക്കൂ, എന്റെ പ്രീതി നേടി കീർത്തി ആർജിക്കൂ, ശത്രുക്കളെ ജയിച്ച് ഐശ്വര്യപൂർണമായ രാജ്യം അനുഭവിക്കൂ. ഈ ശത്രുപക്ഷത്തുള്ളവർ നേരത്തെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അസ്ത്രവിദ്യാ വിശാരദനായ അല്ലയോ അർജുന, എന്റെ ഈ സംഹാരക്രിയയിൽ കേവലം ഒരു സഹായിയായി മാത്രം പ്രവർത്തിക്കൂ. സന്ദർഭത്തിനൊത്ത് പ്രവർത്തിച്ച് വിജയവും കീർത്തിയും കൈവരിക്കാനുള്ള ഭഗവാന്റെ ഈ ആഹ്വാനം അർജുനന് ആശ്വാസമേകുന്നു. ശത്രു സൈന്യം എത്ര ശക്തമെങ്കിലും കാലശക്തി അതിനെ നശിപ്പിച്ചു കഴിഞ്ഞു.
അർജുനൻ ഒരു യോദ്ധാവെന്ന നിലയിൽ തന്റെ പങ്ക് നിർവഹിച്ച് വിജയം ഏറ്റുവാങ്ങുകയേ വേണ്ടൂ. ഞാൻ ഇവരെയൊക്കെ കൊന്നുകഴിഞ്ഞു. നീ ഇതിൽ ഒരു നിമിത്തം മാത്രമായി തീർന്നാൽ മതി. നിമിത്തമാത്രം ഭവ എന്ന് പറഞ്ഞിരിക്കുന്നു. അർജുനന്റെ എല്ലാ മോഹങ്ങളും അകറ്റുന്ന വിധമാണ് ഭഗവാന്റെ ഈ പ്രസ്താവന. സർവം ഭഗവത് അർപ്പണമാക്കി തീർത്ത് കാലസ്വരൂപനായ ഈശ്വരന്റെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നതിലാണ് ജീവിത വിജയം സ്ഥിതി ചെയ്യുന്നത്. കാലരൂപിയായ ഭഗവാന്റെ സംഹാരക്രിയ അർജുനനില്ലെങ്കിലും നടക്കും. അർജുനനില്ലെങ്കിലും ഈ കാലസ്വരൂപനായ ഭഗവാൻ സംഹാരക്രിയ നടത്തുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, അതൊട്ടുമുക്കാലും ഭഗവാൻ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അർജുനൻ ഇനി അവശേഷിക്കുന്ന കാര്യത്തിൽ ഒരു ഉപകരണത്തെ പോലെ ഭഗവാനെ സഹായിക്കുകയേ വേണ്ടൂ. അങ്ങനെ ചെയ്താലാണ് അതിന്റെ ഫലം. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ വിജയം സുനിശ്ചിതമാണ്. പിന്നെ യശസ്, രാജ്യലാഭം അവ വേറെ. സർവോപരി, അതായത് അതിനേക്കാളൊക്കെ മേലെ ഈശ്വരേച്ഛ നിറവേറ്റുകയാണെന്ന ധാരണ കൊണ്ടുണ്ടാകുന്ന ആത്മലാഭവും ഉണ്ടാകും. ഇനി ഇതനുസരിക്കാതിരുന്നാലോ ഉപയോഗശൂന്യമായ ഉപകരണത്തെ വലിച്ചെറിഞ്ഞിട്ട് ഭഗവാൻ പുതിയ വേറൊന്നിനെ കൈക്കൊള്ളും. ഈ ജീവിത രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടാണ് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. യഥാ നദീനാം ബഹവോംബുവേഗാ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണഭിവിജ്വലന്തി യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗാ തഥൈവ നാശായ വിശന്തി ലോകാ സ്തവാപി വക്ത്രാണി സമൃദ്ധവേഗാ ലേലിഹ്യസേ സമാനഃ സമന്താ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിः തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണോ ആഖ്യാഹി മേ കോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവര പ്രസീദ വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്താ ഹൃദേ താം ന ഭവിഷ്യന്തി സർവേ യേവ സ്ഥിതാ പ്രത്യനീകേഷു യോധാ തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ രാജ്യം സമൃദ്ധം മയ്യൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ.